بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് പരിശുദ്ധമായ തൗഹീദും നുബുവത്തും റിസാലത്തും പരലോക ജീവിതത്തിലുള്ള വിശ്വാസവും കൊണ്ടാണ്. അത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. സത്യവിശ്വാസത്തിന്റെ ഏക അവകാശികളായ മുസ്ലിമീങ്ങളുടെ മാത്രം പ്രത്യേകത. അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഈ പറയപ്പെട്ട വിശ്വാസ ഘടകങ്ങളുടെ അനിവാര്യത ബോധ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അതിലേക്കുള്ള ഒരു പ്രയാണത്തെ നമുക്ക് ഹിദായത്ത് എന്ന് ചുരുക്കി വിളിക്കാം. ആ ഹിദായത്ത് എന്നത് ജീവിതത്തിൽ എത്ര ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നത് ആഴമേറിയ ചിന്തകൾക്ക് വിഭാവനം ചെയ്യുന്ന പരിശുദ്ധമായ ആയത്തുകൾ നമ്മളുടെ മുന്നിൽ സവിസ്തരം പ്രതിപാദിച്ചു തരുന്നതായും നമുക്ക് കാണാൻ കഴിയും. പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നബി സ്നേഹത്തിന്റെ ആഘോഷ ആരവങ്ങൾക്കിടയിലും എന്തിനാണ് ഒരു നബി വരേണ്ടിയിരുന്നത് എന്നതിനെക്കുറിച്ച് ലോകം മുഴുവൻ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തിനാണ് ഒരു നബി? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ കരണീയമായ ബന്ധമാണ് ഒരു പ്രവാചക സാന്നിധ്യം എന്നത്. ഭൂമിയിൽ മനുഷ്യൻ വന്നത് തന്നെ ഹിദായത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇവിടെ വന്നത് ഹിദായത്തിന് വേണ്ടിയിട്ടാണ്, കച്ചവടത്തിനല്ല. നമ്മളിവിടെ വന്നത് മറ്റുള്ള വ്യവഹാരങ്ങൾക്കല്ല. ഇവിടെ വന്നിട്ടുള്ളത് ഹിദായത്തിന് വേണ്ടിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന ഖുർആൻ. നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഹിദായത്ത് എത്തിക്കഴിഞ്ഞാൽ, ആ ഹിദായത്ത് വന്നത് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭൂമിയിലേക്കുള്ള വരവോടുകൂടെയുള്ള സംഭവം അവതരിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ ആയത്താണിത്. ആ ഹിദായത്ത് അന്നേ ഉണ്ട്. ഫമൻ തബിഅ ഹുദായ, ആ ഹിദായത്ത് ആര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന്റെ ആഖിറത്തെ കുറിച്ച് അവന് പേടിക്കേണ്ടതില്ല, ഭൂമിയിലെ നഷ്ടങ്ങളെ കുറിച്ച് അവൻ ദുഃഖിക്കേണ്ടതില്ല എന്ന് ഖുർആൻ. അപ്പൊ ഇവിടെ വന്നത് ഹിദായത്തിനാണ്. ആ ഹിദായത്തിന്റെ സാക്ഷാത്കാരത്തിൽ ഒരു പ്രവാചക സാന്നിധ്യം കാണാം. പരിശുദ്ധമായ വേദഗ്രന്ഥങ്ങളും അതിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ ഖുർആൻ പ്രവാചക സാന്നിധ്യങ്ങൾ അവസാനിച്ചിട്ടും ഒരു പ്രവാചക ദൗത്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഭൂമിയിലെ മനുഷ്യർക്ക് ഹിദായത്ത് വേണം. മനുഷ്യർക്കാണ് ഹിദായത്ത്, അല്ലാതെ ഒരു മതത്തിൽ മാത്രം പരിമിതമല്ല. മനുഷ്യർക്ക് അഖിലം ഹിദായത്ത് വേണം. അതിനാ ഒരു പ്രവാചക നിയോഗം. ഹിദായത്ത് അമൂല്യമാണ്. അത് കിട്ടിയാലും കയ്യിൽ നിന്ന് പോവാം. അതിങ്ങനെ അടുക്കി പിടിക്കണം, നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അറ്റം വരെ നമ്മുടെ കയ്യിലുണ്ടാവണത് ഹിദായത്ത് അമൂല്യമാണ്. അത് പ്രയത്നിച്ച് നിലനിർത്തുകയും പ്രാർത്ഥിച്ച് കൂടെ ചേർക്കുകയും വേണം എന്നതാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്താണ് ചോദിച്ചത്. ദിനം പ്രതി 17 വട്ടം നിർബന്ധമായും ഒരു സത്യവിശ്വാസി നടത്തുന്ന പ്രാർത്ഥന, ഏറ്റവും കുറഞ്ഞത് 17 വട്ടം അവന്റെ ജീവിതത്തിൽ നിർബന്ധമായ ഏക പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതിന്റെ നടത്തിപ്പിനാണ് ഒരു നബി വന്നത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹിദായത്തിന്റെ പ്രാധാന്യം മനുഷ്യർ മറക്കാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈമാൻ ഉണ്ടായിട്ട് കാര്യമുള്ള ഹിദായത്ത് വേണം. ഹിദായത്തിന് ശേഷമാണ് ഖുർആൻ ഈമാനും ഇബാദത്തും ഇൽമും പറഞ്ഞിട്ടുള്ളത്. ഹിദായത്തിന് ശേഷമാണ് ഈമാൻ ഇബാദത്ത് ഇൽമ്. ഈമാൻ ഇബാദത്ത് ഇൽമ് ഹിദായത്തിന്റെ ശേഷമേ ഉള്ളൂ. ഈമാനും ഇൽമും ഒക്കെ ഉണ്ടായിരുന്നു, ഇബാദത്ത് അതിലേറെ ഉണ്ടായിരുന്നു ഇബ്ലീസിന്, പക്ഷെ ഹിദായത്ത് ഉണ്ടായില്ല. ഈമാനും ഇൽമും ഇബാദത്തും ഉണ്ടായി, പക്ഷെ ഹിദായത്ത് ഉണ്ടായില്ല ഇബ്ലീസിന്. അവന്റെ അവസ്ഥ വളരെ മോശമായി മാറി. അള്ളാഹുവിന്റെ ഖുർആൻ ഇത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഹിദായത്തിന്റെ പ്രാധാന്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. മനോഹരമായ രീതിയിൽ അള്ളാഹു ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കൃത്യമായി തന്നെ അതിന്റെ ക്രമത്തിൽ പറഞ്ഞു എന്നതാണ് ഈ ആയത്ത്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഖുർആനെ കുറിച്ചാ പറഞ്ഞത്. ദാലിക്കൽ കിതാബ്, ബഈദിലേക്ക് ഇശാറത്ത് എന്ന് പറയുന്നു. ആദരിച്ചുകൊണ്ട് പറഞ്ഞു ആ മഹത്തരമായ ഗ്രന്ഥം, അതിന് സംശയം വേണ്ട. ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഹിദായത്താണ് പറഞ്ഞത്. ഹുദൻ ലിൽ മുത്തഖീൻ, ആദ്യം ഹിദായത്ത് പറഞ്ഞു. ഇനി കേട്ടോളൂ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായതിൽ ഈമാൻ കൊണ്ടവർ ആണ് മുത്തഖീങ്ങൾ. ഹിദായത്തിന്റെ ശേഷമുള്ള ആയത്തിലാണ് ഈമാൻ പറഞ്ഞത്. അല്ലദീന യുഅ്മിനൂൻ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഉത്കൃഷ്ട കർമ്മമായ നിസ്കാരത്തെ കൃത്യമായി സമയബന്ധിതമായി നിർവഹിക്കുന്നവരാണവർ. ഇബാദത്ത് പിന്നെ അതിന്റെ ശേഷം പറഞ്ഞത്. ഈമാന്റെ ശേഷം ഇബാദത്ത്. ഇബാദത്തിനോട് അനുബന്ധമായി വരുന്ന ഒന്ന് തന്നെയാണ് ഇൽമ്, അത് അതിൽ പെട്ടത് തന്നെയാണ്. അപ്പൊ മനുഷ്യന് ഏറ്റവും നിർബന്ധമായ ഹിദായത്തിന്റെ നിലനിൽപ്പ് പ്രവാചകത്വങ്ങളിലൂടെയാണ് നടപ്പാവൂ. ലോകത്ത് വന്ന ഏത് വേദഗ്രന്ഥങ്ങളും ഹിദായത്തിന്റെ സമവാക്യമാണ്. وآتينا موسى الكتاب وجعلناه هدى لبني إسرائيل ألا تتخذوا من دوني وكيلا. തൗറാത്തിനെ കുറിച്ച് പറഞ്ഞത് വആതൈനാ മൂസൽ കിതാബ്, മൂസ നബിക്ക് വേദഗ്രന്ഥമായ തൗറാത്ത് കൊടുത്തത്. വജഅൽനാഹു ഹുദൻ, അതും ഹിദായത്തിനാണ്. ഏത് കാലഘട്ടത്തിലും മനുഷ്യന് ഹിദായത്ത് നിർബന്ധമാണ്. ഇന്നാ അൻസൽനാ തൗറാത ഫീഹാ ഹുദൻ വനൂർ, തൗറാത്തിൽ ഹിദായത്തിന്റെ പ്രതിപാദ്യമുണ്ടെന്ന് ഖുർആൻ. ഹബീബിന്റെ നിയോഗം ദിനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും ഹിദായത്താണ്. വേദഗ്രന്ഥങ്ങൾ പറയപ്പെട്ടതിനെ ജീവിച്ച് കാണിച്ചു. അതുകൊണ്ടാണ് സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു ഹദീസിന്റെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബിയുടെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖുർആനാണ്. അത് ജീവിച്ച് കാണിച്ചതുകൊണ്ട് ഖുലുഖുൻ അദീം, മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയായി മാറി. ഹിദായത്ത് നടപ്പാക്കിയ ജീവിത രീതികളെ മഹത്തരമായ സ്വഭാവം എന്ന അവിടുത്തെ സമ്പർക്കങ്ങളെ വിലയിരുത്തപ്പെടാൻ ഖുർആനിന്റെ അധ്യാപനം. അള്ളാഹുവിന്റെ ഹബീബിന്റെ നിയോഗവും ഈ ഹിദായത്തിന് വേണ്ടിയിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. ആരാണ് അല്ലാഹ്? الذي أرسل رسوله بالهدى ودين الحق, ഹിദായത്തുമായി വന്ന ആളാണ് മുഹമ്മദ് റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടുന്ന് ഇല്ലാതെ പറ്റൂല, അവിടുന്ന് ഇല്ലാതെ പറ്റൂല, നമുക്ക് ഉണ്ടായേ പറ്റൂ. അവിടുന്ന് ജീവിതത്തോട് ബന്ധപ്പെടാതെ ഒരാൾക്ക് ഹിദായത്തില്ല. അവിടുന്ന് നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വവുമാവാതെ ഹിദായത്തില്ല. അവിടുന്ന് നമ്മുടെ ഇഷ്ടഭാജനമാവാതെ നമുക്ക് ഹിദായത്തില്ല. ഇവിടെ മാറ്റി നിർത്താം. അല്ലാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ പ്രാർത്ഥനയുടെ അകത്തുള്ളതും സയ്യിദുനാ റസൂലുള്ളാഹി, ഈ നബിക്ക് വേണ്ടി യുഗങ്ങൾക്ക് മുന്നേ നടന്ന പ്രോജ്വലമായ പ്രാർത്ഥനയിലും ഈ നബിയുടെ വരവ് തന്നെ ഹിദായത്ത് വിളമ്പി കൊടുക്കാൻ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന 2600 കൊല്ലം മുമ്പ് ഖലീലുല്ലാഹി തങ്ങൾ പ്രാർത്ഥിച്ചു വെച്ചു. ഹബീബിന്റെ വരവിന്റെ 2600 കൊല്ലം മുമ്പ് ആ പ്രാർത്ഥന നടക്കുന്നത് പോലും ലോകത്ത് തുല്യതയില്ലാത്തൊരു മുഹൂർത്തത്തിലാണ്. വെയില് കൊണ്ട് വിയർത്തൊലിക്കുമ്പോഴും വിയർപ്പ് കണങ്ങളെ സാക്ഷിയാക്കി കഅബയുടെ പടവുകൾ നിർമ്മിക്കുന്ന ഖലീലുല്ലാഹി തങ്ങൾ മഹാനവറുകൾ ആ പ്രാർത്ഥന നടത്തുന്നത്. وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ഹൃദയത്തിന്റെ അകത്തുനിന്ന് പ്രാർത്ഥന വരുന്നത്. എന്തൊക്കെ പ്രാർത്ഥിച്ചിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം? മുഖ്യമായത് പ്രാർത്ഥിച്ചു വെച്ചു. പിൻഗാമിക്ക് വേണ്ടി, പിൻഗാമിയുടെ നിയോഗത്തിന്റെ ഏറ്റവും നല്ല ലക്ഷ്യത്തെക്കുറിച്ച് ഈ പ്രാർത്ഥന തന്നെ അവതരിപ്പിച്ചു പോയി. അവരൊക്കെ അതിനെ വലിയ സൂക്ഷ്മതയോടെയും താല്പര്യത്തോടെയും ആകാംക്ഷയോടെയും ഓർക്കുകയും അവർ അറിഞ്ഞതിനെ അവതരിപ്പിക്കുകയും ചെയ്തു. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയത്തിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. കേട്ടോളൂ ഖലീലുല്ലാഹിയുടെ സുദീർഘമായ പ്രാർത്ഥന. ഖുർആൻ റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. കഅബ നിർമ്മിക്കുമ്പോൾ പരിസരത്ത് പുല്ല് പോലുമില്ല, അല്ലെങ്കിൽ കഅബയുടെ പരിസരം ഒരു നാഗരികതയുടെ ആദ്യത്തെ ചുവടുവെപ്പുകൾ നടത്തുന്ന ഒരു കാലം, മനുഷ്യവാസങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പ്രദേശമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചരിത്രത്തിൽ. ആ സമയത്തിൽ ഖലീലുല്ലാഹി തങ്ങളുടെ പ്രാർത്ഥന, പടച്ചോനെ ഇവിടേക്ക് നീ നിന്റെ റസൂലിനെ പറഞ്ഞയക്കണം, ഇവരിൽ നിന്ന് തന്നെ റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം, ആ സമൂഹത്തിൽ നിന്നും തന്നെ ഒരു റസൂൽ വരല് ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ചരിത്രത്തിലെ അവരുടെ സ്ഥാനമാണിത്. ഒരു റസൂല് വന്ന നാടാണിത്, ഒരു റസൂല് വന്ന സമൂഹമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്തിനാ റസൂല് വന്നത്? ഹിദായത്തിന്. ഹബീബിനെ മാറ്റി നിർത്തിയിട്ട് ഏത് ഹിദായത്താ ആർക്കാ പറയാനുള്ളത്? ഹബീബിനെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ഒരു തൗഹീദ് നമുക്കുണ്ടോ? ഈ ഹബീബ് വരുന്നത് എന്തിനാ? ഖലീലുല്ലാഹി തങ്ങൾ അന്നേ പറഞ്ഞു അവിടുത്തെ പ്രാർത്ഥനയിൽ, യത്ലൂ അലൈഹിം ആയാതിക, ആ ഹബീബ് ആസ്വദിച്ച് തനിച്ചിരുന്ന് ഖുർആൻ ഓതിയാൽ തന്നെ മതി. അത് കേൾക്കുന്നവർ സംസ്കരിക്കപ്പെടും. തലായത്തിലു ഒറ്റക്കിരുന്ന് ഓതല. ആ ഹബീബ് ഒന്ന് നോക്കിയാൽ മതി. സ്വഹാബികളൊക്കെ എത്ര പേർക്ക് ആ തിരുനോട്ടം കൊണ്ട് ഹിദായത്ത് കിട്ടിയത്? കഅബയുടെ കില്ലയുടെ അകത്തൊരു സ്വഹാബി കാത്തിരുന്നു. ഹബീബിന്റെ തവാഫിന്റെ 7 ചുറ്റിലിൽ ഏതെങ്കിലും ഒരവസരം, 7 വകവരുത്തണം എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം വച്ചു പുലർത്തിയ തുല്യതയില്ലാത്ത പകപോക്കാൻ കഅബാലയത്തിന്റെ കില്ലയുടെ അകത്ത് ഒളിച്ചിരുന്ന സ്വഹാബി 6 അവസരത്തിലും ഓങ്ങിവെച്ച ആയുധത്തിന്റെ ആ ശക്തമായ പ്രഹരം ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല. 7ാമത്തെ അവസരം കഴിഞ്ഞ ഇനിയില്ല. അദ്ദേഹം ആഞ്ഞോങ്ങി വന്നു. മുത്തിന്റെ മുഖം കണ്ടതോടുകൂടെ അദ്ദേഹത്തിന് കഴിയാതെ നിലംപതിച്ചു, പിടിച്ചെഴുന്നേൽപ്പിച്ചു. പൊയ്ക്കോ, ആരും കാണണ്ട എന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി.
അതിൽ കണ്ട വധശ്രമമല്ല, നിന്നെ കൊന്നുകളയും. മക്ക ഫതഹായ ശേഷമാണിത് എന്ന് പറയപ്പെടുന്നുണ്ട്. സ്വഹാബികൾ എന്തിനും പറ്റിയവരായി നിൽക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും മോനെ എന്നെ കൊല്ലാൻ വന്നതാണെന്ന് ബോധ്യമായാൽ നിന്നെ കൊന്നുകളയും, പൊയ്ക്കോന്ന് പറഞ്ഞു. ആട്ടി വിട്ടിട്ട് പോണില്ല സ്വഹാബി. ആ മുഖത്തേക്ക് നോക്കി അവസാനം ഓടി പോകുന്ന വഴിയില് ഈ കൊലപാതകത്തിന് മുതിർന്ന സ്വഹാബിയെ സ്ഥിരമായി വ്യഭിചരിക്കാൻ ക്ഷണിച്ചിരുന്ന പെണ്ണ് കുറച്ചു ദിവസമായി കാണാതെ വന്നപ്പോ അദ്ദേഹം ഈ വധശ്രമത്തിന് വേണ്ടിയിട്ടുള്ളതായ തയ്യാറെടുപ്പായതുകൊണ്ട് കുറച്ചു ദിവസം അങ്ങോട്ട് പോയില്ല. അവള് വഴിയിൽ കണ്ടു, പോയി നന്നാവടി എന്ന് പറഞ്ഞതേ ഉള്ളൂ, അവളും നന്നായി. ഒരു നോട്ടത്തിന്റെ ഹിദായത്ത്, ഒരു ചിരിയുടെ ഹിദായത്ത്, ഒരു സമാധാനിപ്പിക്കലിന്റെ ഹിദായത്ത്. റസൂലിനെ മാറ്റി നിർത്തിയിട്ട് ഹിദായത്തില്ല. എന്തിനായിരുന്നു റസൂൽ വന്നത്? യുഅല്ലിമുഹുമുൽ കിതാബ്, ഫർളുകൾ പഠിപ്പിക്കാൻ. ഫസരിങ്ങൾ അങ്ങനെ കൊടുത്തത്, ഫർളുകൾ പഠിപ്പിക്കാൻ. വൽ ഹിക്മത, സുന്നത്തുകൾ പഠിപ്പിക്കാൻ. വയുസക്കീഹിം, അത് നിലനിർത്തിക്കൊണ്ടു പോവാൻ. ഇഖ്ലാസ് വേണം, അത് പഠിപ്പിക്കാനാ ഹബീബ് വരുന്നതെന്ന് സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം ഇമാം റാസി രേഖപ്പെടുത്തുന്നത് കേട്ടോളൂ. ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു അൽ ഹിക്മതു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തുകൾ വേണം, ഹിദായത്തിന് സുന്നത്ത് വേണം, ഇഖ്ലാസ് വേണം, സുന്നത്തുകൾ വേണം, ഇഖ്ലാസ് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴാ തസ്കിയത്ത് കിട്ടാ. നമ്മളിങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞരിഞ്ഞു കൊണ്ടുവന്നിട്ട് പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലിങ്ങനെ കഴുകി വാരി വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ ഒരു തിളക്കം, ഹൃദയത്തെ അങ്ങനെ കഴുകി വാരി എടുക്കുന്ന ഒന്നിനാ തസ്കിയത്ത് എന്ന് പറയാം. അതിലേക്ക് കടന്നു വരണം. അള്ളാഹുവിൽ നിന്നും ഹബീബിൽ നിന്നും നമ്മളിങ്ങനെ സ്വീകരിച്ചതിനെ തസ്കിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു പ്രധാന ഘടകം സുന്നത്തുകളാണ്. അതിനു വേണ്ടിയിട്ട് റബീഉ വരുന്നത്, അല്ലാതെ തർക്കങ്ങൾക്കല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഹബീബായ നബി തങ്ങൾ തലമറച്ചാ നടന്നെന്ന്. ആഴ്ചയിൽ ഒരിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലിന് വരുമ്പോഴും, ജുമാ നിസ്കരിക്കാൻ വരുമ്പോഴും അല്ലാതെയും നമുക്ക് ഈ റബീഇല് തലമറയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴാ പറ്റാ? ഹിദായത്തിന് വേണ്ടി വന്നവരല്ല നമ്മൾ. അതിനെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥനയിലൂടെ കഴിഞ്ഞുകൂടുന്നവരുമായി നമുക്കത് സാധ്യമല്ലെങ്കിൽ, ഇപ്പൊ കഴിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, സുന്നത്തുകളോടൊരു മനസ്സിന് താല്പര്യം തോന്നാൻ റബീഇൽ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഹിദായത്തിന് വേണ്ടി ഹൃദയത്തെ കഴുകിയെടുക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രാർത്ഥന ഒഴിവല്ല. തസ്കിയത്തിനെ കുറിച്ചാണ് നബിയുടെ നിയോഗത്തിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത്. തസ്കിയത്ത്, സംസ്കരിക്കുക, നന്നാക്കുക, ഹിദായത്ത് കൊടുക്കുക. അതിനെപ്പറ്റി ഖുർആനിൽ എവിടെ ആയത്ത് വന്നാലും അത് കേട്ട റസൂൽ ദ്വാരക്കും, പടച്ചോനെ എന്നെ നന്നാക്കണേന്ന്. ആര് ദ്വാരക്കും? സല്ലല്ലാഹു അലാ മുഹമ്മദ്. മഹാനായ സഈദ് ബിൻ അബി ഹിലാൽ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ തസ്കിയത്തിനെ കുറിച്ച്, സംസ്കരണത്തെ കുറിച്ച്, ഹിദായത്തിനെ കുറിച്ചൊക്കെ പരാമർശങ്ങളുള്ള ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ, ഉദാഹരണം ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടുന്നത് അല്ലാഹുവിന്റെ ഹബീബ് കേട്ടാൽ അവിടുന്ന് ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ അൻത വലിയുഹാ വ മൗലാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുവേ, ആതി നഫ്സി തഖ്വാഹാ, ലോകത്തിന്റെ ചക്രവർത്തിയുടെ ദുആ, എനിക്ക് എന്റെ നഫ്സിന് നീ തഖ്വ തരണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. വ അൻത വലിയുഹാ വ അൻത മൗലാഹാ, ഈ ശരീരത്തിന്റെ സംരക്ഷകൻ, ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹ് നീയാണ്. ഈ ശരീരത്തിന് നീ തഖ്വ തരണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവിടുന്ന് ഇത് ദ്വാരക്ക് വരുന്നു. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, നീ നന്നാക്കിയാലല്ലാതെ ഇത് നന്നാവൂല അല്ലാ, നിന്നോളം നന്നാക്കാൻ ആരുമില്ല അല്ലാ. നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഒരു ദുആയാണ്. ഈ ഹിദായത്തിൽ അത്രയും ഒരു നബി സാന്നിധ്യത്തെ നമ്മൾക്ക് കാണാം.
ഈ നബി പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ന്ന് ചിന്തിച്ച് ആ ഹിദായത്തിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന. ഒരു നബി സ്നേഹിക്ക് ഈ ഹിദായത്ത് ആഗ്രഹിക്കാതെ വയ്യ. അവിടത്തോടുള്ള ഇഷ്ടം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഹിദായത്ത് കിട്ടി. 7 ഘട്ടങ്ങളിൽ അത് വെളിവാവും എന്ന അതിന്റെ അടയാളങ്ങൾ പറയപ്പെടുന്നത്. ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നു, ഒരു ശരിയായ നബി സ്നേഹിയിൽ ഹിദായത്ത് ഉണ്ട്. ആ സ്നേഹത്തിന്റെ അടയാളങ്ങൾ നമുക്ക് 7 ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ 7 കാര്യങ്ങളിലൂടെ ബോധ്യപ്പെടാം. ഒന്നാമത്തേത് കേട്ടോളൂ. അവ്വലുഹാ യതബയ്യനു ഫീ ലിസാനിഹി. ആദ്യത്തേത് നാവ് തന്നെയാ. ഒരു ശരിയായ നബി സ്നേഹിയിൽ ആ പ്രവാചക സ്നേഹത്തിന്റെ പ്രഫുല്ലമായ അടയാളം നാവിൽ കാണാൻ പറ്റും. അതെങ്ങനെ? ഫയംതനഉ ലിസാനഹു മിനൽ കിദ്ബി വൽ ഗീബത്തി വകലാമിൽ ഫുദൂൽ. പൊങ്ങച്ച വർത്തമാനങ്ങളും ഗീബത്തും കളവ് പറയലും ഒക്കെ നാവിൽ വരാതെ ആ നബി സ്നേഹി സൂക്ഷ്മത പുലർത്തും എന്നതാണ് ഒന്നാമത്തെ അടയാളം. ഹിദായത്ത് കിട്ടിയവന്റെ അടയാളാണിത്. യഥാർത്ഥ നബി സ്നേഹിയുടെ അടയാളാണിത്. റബീഇലേക്ക് ആർക്കും ചിന്തിക്കാം. നബിദിനെ ആഘോഷിച്ചാലും വേണ്ടില്ല, ആഘോഷിച്ചില്ലെങ്കിലും വേണ്ടില്ല, അത് ചിന്തിക്കാവുന്ന കാര്യമാണിത്. ഈ 7 കാര്യങ്ങളിലൂടെ ഒരു ഹിദായത്ത് കിട്ടിയവന് ബോധ്യപ്പെടലാണ്, ഒരു നബി സ്നേഹിയെ ബോധ്യപ്പെടലാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരുമ്പോ ഇത്തരം അപകടകരമായ സംസാരങ്ങളിൽ നിന്നും നാവിനെ സംസ്കരിക്കാൻ കഴിഞ്ഞവനായി കഴിഞ്ഞാൽ പിന്നെ നാവില് സ്വാഭാവികമായും വരാൻ അള്ളാഹ്ക്ക് പൊരുത്തുള്ളത് മാത്രം പറയുന്ന ഒരു ശീലമുള്ള നാവായി മാറും. അങ്ങനെയുണ്ട്. ഒരു സംസ്കാരത്തിലൂടെ സഞ്ചരിക്കാൻ നാവിനെ പരിശീലിപ്പിക്കണം. നമ്മളിപ്പോ പല്ല് തേക്കാൻ വലത് കൈയിൽ ബ്രഷ് എടുത്ത് ഉപയോഗിക്കുന്ന അതേ വഴക്കം ഇടത് കൈയിൽ നമുക്ക് പറ്റില്ല. എന്ത്? അത് വലത് കൈ പരിശീലിച്ചു പോകുന്നതാ. വലത് കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഉദാഹരണം നമ്മുടെ പേരെഴുതി ഒപ്പിടാൻ നമുക്ക് വലത് കൈ കൊണ്ട് സാധ്യവും. അത് ഇടത് കൈ വെച്ച് ഒരു പ്രശ്നമുള്ള ഇടത് കൈക്ക്. പക്ഷെ പരിശീലനം കിട്ടാത്തത് കൊണ്ട് എഴുത്തായി മാറൂല. അങ്ങനെ ഒരു അവയവത്തെ ഒരു കാര്യത്തിൽ പരിശീലിപ്പിക്കാൻ കഴിയുമെങ്കിൽ നന്മയിൽ പരിശീലനം ലഭിച്ച നാവുകളുണ്ട്, സ്വർഗത്തിലേക്കുള്ളതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയിൽ പരിശീലിച്ച നാവായി മാറാൻ റബീഉ നമ്മോട് പറയാ. കാരണം അത് ഹിദായത്തിന്റെ ഒന്നാമത്തെ അടയാളാണ്. അതൊരു നബി സ്നേഹിയുടെ ഒന്നാമത്തെ അടയാള. കേട്ടോളൂ ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരി. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم إن العبد لا يتكلم بالكلمة من رضوان الله لا يلقي لها بالا. നന്മയിൽ പരിശീലനം ലഭിച്ച നാവ് വരും വരായികളെ കണക്കിലെടുക്കാതെ ചിന്തിക്കാതെ വർത്തമാനം പറയും വിധം പരിശീലിച്ച നാവ്. ആ നാവിന്റെ ഉടമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറച്ചിൽ മുഴുവൻ പ്രവാചക ചരിതങ്ങൾ, ആ പറച്ചിൽ മുഴുവൻ മുൻഗാമികളുടെ നന്മകൾ, ആ പറച്ചിൽ മുഴുവൻ സുഹൃതങ്ങൾ, ആ പറച്ചിൽ മുഴുവനും നന്മയിലേക്ക് ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കൽ, പ്രോത്സാഹിപ്പിക്കൽ, പ്രചോദനം കൊടുക്കൽ. നാവിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവസാനം ആ നാവിന്റെ സംസാരത്തിന്റെ അക്ഷരക്കൂട്ടങ്ങൾ അമലായി അള്ളാന്റെ പൊരുത്തത്തിൽ ചേരും. ആ മനുഷ്യൻ അള്ളാഹു പദവി ഏറ്റിക്കൊടുക്കും. യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്. അവൻ സ്വർഗാവകാശിയാകും. നബി മുഹമ്മദ് മുസ്തഫ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, മഹാന്മാരായ സയ്യിദന്മാർ പലരും സംസാരിക്കുമ്പോ ഉദാഹരണം നമുക്ക് സുപരിചിതനായിരുന്ന തങ്ങളായിരുന്നല്ലോ മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി SMK തങ്ങള്. തൊട്ടടുത്ത് ചന്ദ്രാപിന്നിയിലുണ്ടായല്ലോ, ചെളിങ്ങാടുണ്ടായല്ലോ. തങ്ങളുമായി സംസാരിച്ചാൽ മണിക്കൂറുകളോളം സംസാരിക്കും. ഒരു ആലിമാണ് മുന്നിൽ പോയിരിക്കുന്നത് എങ്കിൽ 10 മിനിറ്റ് ആ മഹാൻ പറയുന്നത് കേട്ടിരുന്നാൽ ഒരു 10 മണിക്കൂർ വഴുത് പറയാനുള്ളത് ആ വർത്തമാനത്തിലുണ്ട്. സംശയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇതൊരു വല്ലാത്ത റെഫറൻസ് ആണ്. ഞാൻ പലപ്പോഴും തങ്ങളവരുടെ വാക്കുകൾ അങ്ങനെ പരിശോധിച്ചപ്പോ ഇമാം ഗസാലിയുടെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന സൂഫിസത്തിന്റെ ഒരു വലിയ ഗ്രന്ഥത്തിന്റെ സമാഹാരത്തിലൂടെ വരുന്ന മലയാള വരികൾ പോലെ തോന്നിയിട്ടുണ്ട്. 10 മിനിറ്റുകൾക്കുള്ളിൽ എത്ര ആയത്തുകൾ പറഞ്ഞു പോകുന്നു. ഇത് എങ്ങനെ സാധിക്കുന്നു? ആ നാവിന് അങ്ങനെ പറയാൻ കഴിയോ? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലത് മാത്രം പറഞ്ഞു പഠിച്ചോടത്ത് അങ്ങനെ പറയൂ. ചിലര് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോ തന്നെ തുടങ്ങുന്നത് തമാശക്ക് തെറിയാണ്. അവനറിയില്ല അത് തെറിയാണെന്ന്. അല്ലെങ്കിൽ അവൻ അതങ്ങനെ പറയുന്നതിന്റെ ഗൗരവം ചിന്തിക്കില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരങ്ങനെ അവരുപയോഗിക്കുന്ന ചില വാക്കുകൾ. എന്തിനേറെ ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ പറഞ്ഞു,
ഉസ്താദെ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾക്ക് പോലും തെറി പറയുന്നതിൽ ഒരു മടിയില്ലാത്ത വിധം കോടതികൾ പോലും ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ വകവെച്ചു കൊടുക്കുന്നു. സെക്സിന്റെ ലാഞ്ചനകൾ പ്രവർത്തനങ്ങളിൽ പോലുമല്ല, വാക്കുകളിലേക്കും അത് സാധാരണ രീതികളിലേക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേക്കൂത്തുകൾ അരങ്ങേറി ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ട് പോകുന്നത് അറിയാതെ ജീവിക്കുമ്പോ നമ്മൾ എപ്പ വേണമെങ്കിലും മരിച്ചു പോകുന്നു എന്ന അവസ്ഥയെ പച്ചയായി കണ്ടിട്ടും അതൊന്നും തനിക്ക് ബാധകമല്ലെന്ന രീതിയിൽ മനസ്സ് ചത്തുപോകുന്ന നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നബി സ്നേഹിയുടെ ക്വാളിറ്റിയിലേക്ക് വരലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. ഒന്നാമത്തെ അടയാളം നമ്മുടെ നാവിന്റെ നിയന്ത്രണമാണ്. ഈ ഹദീസിന്റെ ബാക്കിയിൽ കാണാം, വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ലാഹ്. അല്ലാഹു ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് തിന്മയിൽ പരിശീലിച്ച നാവ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്രത്തോളം അത് മുഖേന അവൻ ചെന്നു ചേരുന്നത് യഹ്വീ ബിഹാ ഫീ ജഹന്നം, നരകത്തിന്റെ അന്തേവാസിയായി അവൻ മാറേണ്ടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയായ ഉഖബയുണ്ടല്ലോ റളിയല്ലാഹു അൻഹു, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ രക്ഷപ്പെട്ടവനെന്ന് പറയുന്നത് എങ്ങനെ? മന്നജാതു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. വിജയം എന്ന് പറഞ്ഞ എന്താ? അവിടുന്ന് പറഞ്ഞു, അംസിക അലൈക ലിസാനക, നാവിനെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റണം. നാവിനെ നിയന്ത്രിക്കാൻ പറ്റണം. ദേഷ്യം വന്ന് എന്തും പറഞ്ഞ് അങ്ങോട്ട് വായിന്ന് പോവാ. എന്ന് മഹാനായ ലുക്മാൻ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം അതൊരു ഭ്രാന്തും പിന്നീട് അതൊരു ഖേദവുമാണെന്ന. ദേഷ്യം വന്ന വായിൽ വന്നോക്ക് മുഴുവൻ അങ്ങോട്ട് പറയാം. അവസാനം ഇങ്ങനെ ഇത് ആലോചിക്കും, 10 മിനിറ്റ് കഴിയുമ്പോൾ പഠിച്ചവൻ അത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നാവിനെ നിയന്ത്രിക്കാൻ കഴിയുക ഒന്നാമത്തത് അതാണ് വിജയം എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത്, നിന്റെ വീട് എത്ര ചെറുതാണെങ്കിലും നിനക്കതിൽ തൃപ്തി തോന്നണം. നിന്റെ വീടിന്റെ അകത്തളം, അതിന്റെ അന്തരീക്ഷം നിനക്ക് തൃപ്തി തോന്നണം. അതാണ് രണ്ടാമത്തെ കാര്യം, വിജയത്തിന്റെ രണ്ടാമത്തെ കാര്യം, അടയാളം അതാണ്. മൂന്നാമത്തേത്, നിന്റെ പാപങ്ങളെ കുറിച്ച് നിനക്കൊരു കുറ്റബോധം ഉണ്ടാവണം. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നാവ്, നിന്റെ തൃപ്തികരമായ സംതൃപ്തിയുള്ള കുടുംബം, അതുപോലെ തന്നെ നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങളിലുള്ള ഖേദം, ഇത് 3 ഉണ്ടെങ്കിൽ അത് തന്നെയാണ് വിജയം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നബി സ്നേഹി, തസ്കിയത്ത് കിട്ടിയ, ഹിദായത്ത് കിട്ടിയ ഒരു നബി സ്നേഹി, അദ്ദേഹത്തിൽ 7 അടയാളങ്ങൾ കാണുന്ന. ഒന്ന്, നാവിനെ നിയന്ത്രിക്കാൻ കഴിയും. രണ്ടാമത്തേത്, അവന്റെ വയറിന്റെ കാര്യത്തിൽ പടച്ചോനെ പേടിക്കും. എന്താ വയറിന്റെ കാര്യത്തിൽ പടച്ചോനെ പേടിക്കാം? ആ വയറ്റിലേക്ക് ഹലാല് പോകുന്നതിൽ അവൻ നിർബന്ധ ബോധമുള്ളവനാകും. മൂന്നാമത്തേത്, അവന്റെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് കണ്ണു പോകൂല. കണ്ണിങ്ങനെ അനായാസം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാനും തിരിക്കാനും മറയ്ക്കാനും അടച്ചു വെക്കാനും പറ്റും. ഏറ്റവും എളുപ്പം അടച്ചു വെക്കല, അത് അനിഷേധ്യമായി സംഭവിക്കുന്നുമുണ്ട്. എന്നാൽ ആ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു യഥാർത്ഥ പ്രവാചക സ്നേഹിയിൽ കാണുന്ന, ഹിദായത്ത് കിട്ടിയവനിൽ കാണുന്ന മൂന്നാമത്തെ അടയാളം. ഇമാം ഗസാലി വിശദീകരിച്ചു പറയാണ്. നാലാമത്തെ അടയാളം എന്ന് പറഞ്ഞാൽ അവന്റെ കൈ കൊണ്ട് ഹറാമുകളായ ഒന്നിലേക്കും ആ കയ്യിനെ കൊണ്ടുപോവാതെ നിയന്ത്രിക്കാൻ. എന്റെ ഈ കൈ കൊണ്ട് ഞാൻ ചെയ്യൂല, ഈ കൈ കൊണ്ട് ഞാൻ കൊടുക്കൂല, ഈ കൈ കൊണ്ട് ഞാനത് വാങ്ങൂല. അങ്ങനെ കയ്യിനെ നിയന്ത്രിക്കാൻ. പിന്നെ കാണുന്നത് അഞ്ചാമത്തേത്, അവന്റെ കാലുകൾ പാപങ്ങളിലേക്ക് നടന്നു പോകൂല. ആറാമത്തേത്, അവന്റെ ഹൃദയത്തിൽ പാപകരമായ കാര്യത്തെക്കുറിച്ച് ചിന്ത കയറി വരുമ്പോ പടച്ചോനെ അത് കൊടഞ്ഞു കളയാൻ അവന് കഴിയണം ഹൃദയത്തിൽ നിന്ന്. ഏഴാമത്തേത്, 24 മണിക്കൂറും അള്ളാനെ ഭയക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക്. ഈ 6 പൂർത്തിയായി 24 മണിക്കൂറും ഏഴാമത്തെ അടയാളം വന്നു കഴിഞ്ഞു. അള്ളാഹ് എന്നൊരു പേടി അവന്റെ ഉള്ളിൽ വരും എന്നുള്ളൊരു തലത്തിൽ അവൻ മാറും. ഈ 7 അടയാളം ഹിദായത്തിന്റെ അടയാളമാണ്. ഈ 7 അടയാളം ഒരു നബി സ്നേഹിയിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ഒരു യഥാർത്ഥ പ്രവാചക സ്നേഹി ഇങ്ങനെയാ ജീവിക്കുക. റബീഉ അതിന് പ്രചോദനവും പ്രേരണയും ആവേശവുമായി മാറട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഹ്രസ്വമായ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കു തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റബ്ബേ. അല്ലാഹു, ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, അമൃത ആശുപത്രിയിൽ തലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്തൊരു കാര്യത്തിന്റെ പരിഹാരത്തിനാണ് ഓപ്പറേഷൻ നടപ്പായത്, അത് പരിപൂർണ വിജയത്തിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ആ അവസ്ഥ അതിജയിക്കാൻ ആ സഹോദരന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കുവൈത്തിലെ ആക്സിഡന്റിനോടനുബന്ധമായി നാട്ടിൽ വരാൻ കഴിയാതെ നിയമക്കുരുക്കുകളിൽ കഴിയുന്ന ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നീ എളുപ്പമാക്ക് അല്ലാ. നിയമപ്രശ്നങ്ങളും പ്രതിസന്ധികളും അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നും നീ തട്ടിമാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, പള്ളിക്ക് വേണ്ടി വന്ന ജനറേറ്ററിനും മറ്റു അനുബന്ധമായ കാര്യങ്ങൾക്കും സാമ്പത്തികമായി മുന്നേ സഹായിച്ച എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അസുഖം ബാധിച്ച് കിടപ്പിലായ ഉപ്പാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഖൈറായ കാര്യമെന്തോ അതിലേക്ക് ആ സഹോദരൻ നീ എളുപ്പത്തിലാക്കണം അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഖിദ്മത്ത് ചെയ്യുന്ന മക്കൾക്ക് ഉപ്പാനോടുള്ള തൃപ്തിയും ഉപ്പാക്ക് തിരിച്ചുമുള്ള തൃപ്തിയും റബ്ബേ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ തമ്പുരാനെ. അല്ലാഹുവേ, ശാരീരിക പ്രയാസങ്ങളുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, കാലിൽ മുറിവ് ഉണങ്ങാത്ത ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നീ എളുപ്പത്തിൽ ഉണക്കി കൊടുക്കണമല്ലാ. ശിഫാ നൽകണേ അല്ലാ. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മഹലിൽ മരണപ്പെട്ട സഹോദരങ്ങള് പ്രത്യേകം ദുആരക്കാൻ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി അല്ലാഹുവേ പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഗ്രൈൻഡറിന്റെ ഉള്ളിൽപ്പെട്ട വിരലുകൾ അറ്റുപോയ സഹോദരിക്ക് അതൊന്ന് കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. പരിപൂർണമായും നീ അത് വിജയിപ്പിക്കണേ അല്ലാ. നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഒരു വൈകല്യമായത് അവശേഷിക്കല്ല തമ്പുരാനെ. മകന്റെ വിവാഹകാര്യം എളുപ്പമാവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നീ എളുപ്പം നൽകണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. വീടുപണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എളുപ്പമാക്കുക അല്ലാ. കടബാധ്യതകൾ വീട്ടിത്തരണേ തമ്പുരാനെ. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.